ഹലോ ട്രേഡേഴ്സ്, ഞാൻ വയലാറും ട്രേഡർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയണത് XAUUSDയിൽ ചെറിയ രീതിയിൽ എങ്ങനെ സ്കാൽപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഗോൾഡിൻ്റെ ചാർട്ടിൽ എങ്ങനെ സ്കാൽപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് 5 മിനിറ്റിൻ്റെ ചാർട്ടാണ് ആവശ്യമുള്ളത്. 5 മിനിറ്റിൻ്റെ ചാർട്ട് ആണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും 5 മിനിറ്റിൻ്റെ ചാർട്ടിൽ ആണ് ഇത് ചെയ്ത് പഠിക്കേണ്ടത്. ഇതൊരു പഠന വീഡിയോ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. വളരെ സിമ്പിളായി കണ്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോഴാണ് ഇത് എന്താണ് പറയണത് എന്ന് മനസ്സിലാവുള്ളൂ. വളരെ സിമ്പിളാണ്, ആർക്കും പഠിച്ചെടുക്കാവുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇത് ഡിസംബർ മാസമൊക്കെ ആണല്ലോ. ഡിസംബർ മാസത്തിലൊക്കെ ട്രേഡ് കുറക്കുകയാണ് നല്ലത്. ഡിസംബർ മാസം അവസാനമൊക്കെ ആകുമ്പോൾ ഈ അവധിക്കാലമായതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ബിഗ് പ്ലേയേഴ്സൊക്കെ മാറി നിൽക്കും. റീറ്റെയിലറായിട്ടുള്ള ട്രേഡേഴ്സൊക്കെ മാറി നിൽക്കും. ആഘോഷത്തിൻ്റെ ഒരു സമയമാണല്ലോ ഈ ഡിസംബർ ലാസ്റ്റും ജനുവരിൻ്റെ ഫസ്റ്റും. അപ്പോൾ മാർക്കറ്റിൽ ലിക്വിഡിറ്റി കുറയുന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ ട്രേഡ് നടക്കില്ല. ഓക്കെ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് 5 മിനിറ്റ് ചാർട്ടിൽ ഇതാ ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആവണം. ഒരു ഹൈ ഉണ്ടാക്കുന്നു. ആ ഹൈയിനെ ഇങ്ങനെ പോയി ബ്രേക്ക് ചെയ്തു. ഹൈയിനെ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്യുന്നത് ക്യാൻഡിൽ തന്നെ ആവണം കേട്ടോ. വിക്കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ശരിയാവില്ല. ഇങ്ങനെ ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്യണം. ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ BOS എന്ന് പറയും അല്ലേ. അതായത് ഇവിടെ BOS ഉണ്ടാക്കി അല്ലേ. അതായത് ഇതാ ഈ ഹൈയിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ BOS എന്ന് പറയും. ഓക്കെ. ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടേണ്ടത്, BOS. ഇനി എന്ത് വേണം? ഈ BOS ഉണ്ടാക്കിയ ലെഗ് ഉണ്ടല്ലോ, ആ ലെഗിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു FEG നമുക്ക് കിട്ടണം. ഓക്കെ. ഇതിൻ്റെ താഴ്ഭാഗത്താണ് ഇവിടെ ഈ ലെഗിൽ ഒരു FEG കിട്ടുമ്പോൾ ആ FEGയിലേക്ക് പ്രൈസ് വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുക. ഇത്ര മാത്രമേ ഇതുള്ളൂ. വേറെ ഒരു ചിന്തയും വേണ്ട. ഏതെങ്കിലും മറ്റുള്ള ടൈം ഫ്രെയിമിലേക്ക് പോകുകയോ അങ്ങനെ ഡെയിലി ബയാസ് നോക്കുക, അങ്ങനത്തെ ഒരു ബയാസും നോക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ നിയമം എങ്ങനെയാണ്? 5 മിനിറ്റിൽ മാത്രം നോക്കുക. ഓക്കെ. അപ്പോൾ FEGയിലേക്ക് പ്രൈസ് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എൻട്രി എടുക്കേണ്ടത്. ഇവിടെ എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻട്രി എടുത്താൽ 1:2 മാത്രമേ നമ്മൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ എടുക്കരുത്. അപ്പോൾ പണി കിട്ടും. ഓക്കെ. അപ്പോൾ 1:2. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് FEG ക്യാൻഡിലിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ടാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? എൻട്രി എടുക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം. BOS തന്നു. ആ BOS തന്ന ലെഗിൻ്റെ താഴ്ഭാഗത്ത് ഒരു FEG ക്രിയേറ്റ് ആകുന്നു. ആ FEGയിലേക്ക് പ്രൈസ് വരുമ്പോൾ എടുക്കുന്നു. ബാക്കി ഇവിടെ ഒരു ചിന്തയില്ല. ഇവിടെ താഴ്ഭാഗത്ത് ഓർഡർ ബ്ലോക്കൊക്കെ ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വരില്ല. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇതിൻ്റെ നിയമം അതാണ്. നമ്മൾ ഒരു ട്രേഡിൻ്റെ നിയമം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ച്, ഒരു സെറ്റപ്പ് അനുസരിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ നിയമത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഒന്നിലേക്ക് നമ്മൾ ശ്രദ്ധിക്കരുത്. അതിൻ്റെ നിയമത്തെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിൽ നമ്മൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ഹിറ്റ് ആവണം. ഓക്കെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ചാർട്ടിലൊന്ന് നോക്കാം, എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ചൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാറ്റി പോവുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? പുതിയ ചാനലാണ്. നല്ല നല്ല ഇതേപോലെയുള്ള പഠനാവശ്യമായ വീഡിയോസ് ഞാൻ ചെയ്യും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ കാണാമല്ലോ, പഠിക്കാമല്ലോ. ഓക്കെ. ഞാനും പഠിക്കുന്ന ഒരാൾ തന്നെയാണ്. നിങ്ങളും എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം. ഇത് ഞാൻ ഫോണിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലുപ്പക്കുറവ് ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിക്കുക. നമുക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു BOS മുകളിലേക്ക് കിട്ടി അല്ലേ. എന്താ ഇവിടെ ഒരു BOS കിട്ടിയിട്ടുണ്ട്.
എന്താ ഇവിടെ ഒരു ബിയോസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ബിയോസ് കിട്ടിയ ക്യാൻഡിലിൻ്റെ താഴ്ഭാഗത്ത് എന്തുണ്ട്, ഒരു FEG ഉണ്ട്. കിട്ടിയ ക്യാൻഡിലിൻ്റെ താഴ്ഭാഗത്ത് ഒരു FEG ഉണ്ട്. ആ FEG നമുക്ക് മാർക്ക് ചെയ്യാം. എന്താ ഇവിടെ ഒരു FEG കിടക്കുന്നുണ്ട്. ഓക്കെ, ആ FEG ഒന്നിങ്ങനെ കണ്ട് നീട്ടി കൊടുത്താൽ, ഒന്നിങ്ങനെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ ആ FEGയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, FEGയിൽ വരുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുക ചെയ്യുക. ഇവിടെ നമ്മൾ ലോങ്ങിലേക്ക് എൻട്രി എടുക്കും. FEG ഇവിടെ വന്നു. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് FEG ഉണ്ടാക്കിയ ക്യാൻഡിലിൻ്റെ താഴ്ഭാഗത്താണ്, അതിൻ്റെ കുറച്ച് താഴത്തായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് വെക്കുക. നമുക്ക് 1:2 മാത്രം നോക്കിയാൽ മതി. 1:2 ആണ് നമ്മൾ നോക്കേണ്ടത്. അതാ 1:2. അപ്പോൾ ആ ട്രേഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ആ ട്രേഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മളെന്ത് ചെയ്തോ, ഇതാ ഇവിടെ താഴ്ഭാഗത്തേക്ക് ഒരു ബിയോസ് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ അങ്ങനെ ഒരു ബിയോസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബിയോസ് കിട്ടി. അതിൻ്റെ മുകൾ ഭാഗത്ത് എന്തുണ്ട്, ഒരു FEG ഉണ്ട്. കണ്ടില്ല, ഇതാ ഇവിടെ അങ്ങനെ ഒരു FEG ഉണ്ട്. ആ FEGയിലേക്ക് എന്ത് ചെയ്തു, പ്രൈസ് വന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യണം, ഒരു എൻട്രി എടുക്കണം. ഇവിടെ FEGയിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ FEGൻ്റെ നടുഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നിർത്താലും മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ FEG ക്യാൻഡിലിൻ്റെ നേരെ മുകളിലായിട്ട്, FEG ക്യാൻഡിലിൻ്റെ മുകളിലായിട്ട്, കുറച്ച് മുകളിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലേക്കൊന്നും വെക്കണ്ട. ജസ്റ്റ് 1:2 മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. ഓക്കെ, അപ്പോൾ ആ ട്രേഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സംശയങ്ങൾ വരും. ആ ഓർഡർ ബ്ലോക്കിലേക്ക് വരുമോ, അവിടെ മേലെ ലിക്വിഡിറ്റി ഉണ്ട്, ആ ലിക്വിഡിറ്റിന് എടുക്കാൻ വരുമോ, അതിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട. നമ്മുടെ നിയമം എന്താണ്, നിയമം ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിയോസ് തരുന്നു. ആ ബിയോസ് തന്ന ലെഗിൽ FEG ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ക്രിയേറ്റ് ആയിക്കണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ FEGയിലേക്ക് വരുമ്പോൾ എൻട്രി എടുക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഇവിടെ ഒരു ബിയോസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ബിയോസ് കിട്ടിയിട്ടുണ്ട്. ബിയോസ് ശ്രദ്ധിക്കണം, ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. വിക്ക് ക്ലോസ് ചെയ്താൽ കൂട്ടുകയില്ല. ക്യാൻഡിലടക്കം ക്ലോസ് ചെയ്തിട്ട് ബിയോസ് തരണം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, ഇവിടെ ഒരു ബിയോസ് കിട്ടിയിട്ടുണ്ട്. ബിയോസ് കിട്ടി. ഇതിൻ്റെ ആ ലെഗിൽ FEG അതാ ഇവിടെ ലെഗിൽ ഒരു FEG വന്നിട്ടുണ്ട്. ലെഗിൽ ഇവിടെ ഒരു FEG ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു FEG ഉണ്ട്. പക്ഷേ അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റോപ്പ് ലോസാണ് അവിടെ അടിച്ചിട്ടുള്ളത്. ഇവിടുന്ന് താഴ്ഭാഗത്തേക്ക് ഒരു എൻട്രി, ഇവിടുന്ന് ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് FEG വന്നു. മാർക്കറ്റ് ഇതാ ഇവിടെ വന്നു. ഈ നടുവിലെത്തിയേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ FEGൻ്റെ ക്യാൻഡിൽ ഇതാക്കി വെച്ചു, അതിൻ്റെ മുകളിൽ വെച്ചു. ഇവിടെ എന്ത് ചെയ്തു, അടിഭാഗത്തേക്ക് താഴ്ഭാഗത്തേക്ക് 1:2 വെച്ച് നോക്കി. പക്ഷെ അവിടെ 1:2 കിട്ടിയിട്ടില്ല. നേരെ മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ മുകളിലേക്ക് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അത് വിക്കാണ്, അതുകൊണ്ട് അത് എടുക്കുന്നില്ല.
അത് വിക്കാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. അതേപോലെ ഇവിടെ ഒരു ബിയോസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ബിയോസ് കിട്ടിയിട്ടുണ്ട്. ബിയോസ് ഉണ്ട്, അത് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് വിക്കാണെങ്കിലും നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ ക്യാൻഡിലുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് കൂട്ടും. അങ്ങനെ ഒരു ബിയോസ് കിട്ടി. ആ ബിയോസ് തന്ന ലെഗിൽ FEG ഉണ്ടോ നോക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, അതിൽ ഒരു FEG കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു FEG കിടക്കുന്നുണ്ട്. ഈ FEGയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എൻട്രി എടുക്കുക. മാർക്കറ്റ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോയി ഈ FEGയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്തു, ഇവിടുന്ന് നമ്മൾ ആ ക്യാൻഡിൽ നിന്ന് കണ്ടിട്ട് ഇവിടുന്നാണ് നമ്മൾ എൻട്രി എടുക്കുക. ഈ FEGൻ്റെ കുറച്ച് താഴെ ഭാഗത്തായിട്ട് നമ്മൾ വെച്ചു. അത് നല്ല ഇതായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എൻട്രി വെക്കാം. 1:2 നമ്മൾ എൻട്രി വെച്ചോടെ 1:3 തന്നെ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ പോയാൽ ഒരുപാട് എൻട്രികൾ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് എൻട്രികളുണ്ട്. അപ്പോൾ അത് മൊത്തം കാണിക്കാൻ സമയമല്ല, വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടി പോവുള്ളൂ. അപ്പോൾ കണ്ട എല്ലാവർക്കും താങ്ക് യു.